ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ 2024-25 അധ്യയന വർഷത്തെ ഹിന്ദി ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് ഗതിവിധി 1 നോക്കാം. ഗൺപടയും ഓർ പ്രശ്നവും കി ഉത്തർ ലിഖിം. എന്താണ് ഇവിടെ നൽകിയിട്ടുള്ള പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് അല്ലേ. ഓക്കെ, നമുക്ക് വായിച്ച് നോക്കാം. ബഗീജ മേം ഏക് സുന്ദർ ഫൂൽ ഗില. സുന്ദർ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ അല്ലേ. ബഗീജ എന്താണ്? ഗാർഡൻ, പൂന്തോട്ടം. എന്താ പറയുന്നത്? പൂന്തോട്ടത്തിൽ ഒരു മനോഹരമായ പൂവ് വിടർന്നു. ഫൂൽ എന്ന് പറഞ്ഞാൽ പൂവ് അല്ലേ, ഫ്ലവർ. തബ് തോ തിത്തലിയാം ആയി. അപ്പൊ അവിടേക്ക് ആര് വന്നു? 2 പൂമ്പാറ്റകൾ വന്നു. തിത്തലിയാം ആയി. ഏക് നീലി ഓർ ഏക് പീലി. ഒന്ന് നീലി, മറ്റൊന്നേതായിരുന്നു? പീലി അല്ലേ. പീലി തിത്തലി ഫൂൽ പർ ബൈട്ടി. പീലി തിത്തലി ഫൂൽ പർ ബൈട്ടി. നീലി തിത്തലി ഉടുത്തി രഹി. പീലി തിത്തലി എന്ത് ചെയ്തു? പൂവിലിരുന്നു. നീലി തിത്തലി ഉടുത്തി രഹി. നീലി തിത്തലി പറന്നു. പീലിനെ കഹവ. പീലി പറയണ ആവോ ദോസ് ഹം മധു പീലേ. ആവോ ദോസ്, വരൂ കൂട്ടുകാരാ, നമുക്ക് തേൻ കുടിക്കാം എന്ന് പറയുകയാണല്ലേ. ഓക്കെ, നമുക്കിനി ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കിയാലോ. ഫൂൽ കഹാം ഗില. പൂവ് എവിടെയാണ് വിടർന്നത്? താലാബുമേം, ജംഗൽമേം. താലാബുമേ എന്ന് പറഞ്ഞാൽ കുളത്തിൽ. ജംഗൽമേം കാട്ടിൽ. ബഗീജേമേം പൂന്തോട്ടത്തിൽ. ആസ്മാൻമേം ആകാശത്തിൽ. ആൻസർ എന്താണ് കൂട്ടുകാരെ? ബഗീജേമേ എന്നാണ് അല്ലേ. സെന്റൻസിൽ ഫസ്റ്റ് തന്നെ പറയാൻ നോക്കൂ. ബഗീജേമേം ഏക് സുന്ദർ ഫൂൽ ഗില. അപ്പൊ ആൻസർ എന്താണ്? ഫൂൽ കഹാം ഗില. ബഗീജേമേം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. തിത്തലിയാം ബഗീജേമേ കബ് ആയി. തിത്തലിയാം പൂമ്പാറ്റകൾ പൂന്തോട്ടത്തിൽ എപ്പോഴാണ് വന്നത്? കബ് എന്ന് പറഞ്ഞാൽ എപ്പോൾ. ധൂപ് നിക്കൽനെ पर फूल गिरने पर हवा आने पर धूल उड़ने पर. കൂട്ടുകാർ ഈ പാരഗ്രാഫ് നോക്കൂ. ഏക സുന്ദർ ഫൂൽ ഗില തബ് ദോ തിത്തലിയാം ആയി. എപ്പോഴാണ് തിത്തലിയാം വന്നത്? ഫൂൽ ഗിൽനേപ്പർ അല്ലേ, പൂവ് വിടർന്നപ്പോൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൂൽ പർ കോൺ ബൈട്ടി. ഫൂലില് പൂവിൽ ആരാണ് ഇരുന്നത്? നീലി തിത്തലി, കാലി തിത്തലി, ലാൽ തിത്തലി, പീലി തിത്തലി. ഏത് തിത്തലിയാണ് ഇരുന്നത്? നോക്കൂ. തിത്തലി ഫൂൽ പർ. പീലി തിത്തലി ഫൂൽ പർ ബൈട്ടി. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടിയല്ലോ. എന്താണ്? പീലി തിത്തലി അല്ലേ. ആൻസർ എന്താണ്? പീലി തിത്തലി. ബഗീജേമേ കോൺ കോൺ ഹേ. പൂന്തോട്ടത്തിൽ ആരെല്ലാമാണുള്ളത്? കോൺ എന്ന് പറഞ്ഞാൽ ആരല്ലേ. ഓക്കെ, ബഗീജേമേ കോൺ കോൺ ആയി. ബഗീജേമേ കോൺ കോൺ ആയി. പൂന്തോട്ടത്തിൽ ആരെല്ലാമാണ് വന്നത്? ആരെല്ലാമാണ് വന്നത്? പീലി ഓർ നീലി തിത്തലി അല്ലേ. പീലി ഓർ നീലി തിത്തലി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മധു പീനെ കെ ലിയെ തിത്തലിയാം കഹാം ആത്തി ഹേ. തേൻ കുടിക്കുന്നതിന് വേണ്ടി തിത്തലിയാം പൂമ്പാറ്റകൾ എങ്ങോട്ടേക്കാണ് വന്നത്? കഹാം മീൻസ് എവിടെ. എവിടേക്കാണ് വന്നത്? ഓപ്ഷൻ എ നോക്കൂ. തിൻകെ പർ, പത്തേ പർ, കലി പർ, ഫൂൽ പർ. ആൻസർ എന്താണ്? ഫൂൽ പർ അല്ലേ. ഫൂൽ പർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഗൺപടയും ഓർ പ്രശ്നവും കെ ഉത്തർ ലിഖിം. എന്താണ് ഇവിടെ നൽകിയിട്ടുള്ള പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണല്ലേ. ഓക്കെ, നമുക്ക് വായിച്ച് നോക്കാം. ദോ സന്തരേത്. 2 ഓറഞ്ചുകൾ ഉണ്ടായിരുന്നു. ഏക് ദിൻ വി ഗൂംനെ നിക്കലെ. ഒരു ദിവസം അവർ ചുറ്റിക്കറങ്ങുന്നതിന് വേണ്ടി പുറപ്പെട്ടു. ദോനോം ഹംസ്തെ ലുടുത്തെ ഫുദത്തെ ചലോ ജാരഹേതെ. അവരെന്താണ് മറിഞ്ഞും തിരിഞ്ഞും ചിരിച്ചൊക്കെ അങ്ങനെ പോവായിരുന്നല്ലേ. അജാനക് മീൻസ് സഡൻലി, പെട്ടെന്നല്ലേ. പെട്ടെന്ന് എന്താണ്? ഏക് ബാലു സാമനെ ആയ. ഒരു കരടി അവരുടെ അടുത്തേക്ക് വന്നു. ഓക്കെ, നമുക്ക് നൽകിയിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സന്തരോं को सामने कौन आ गया. സന്തരോं के सामने कौन आ गया. ഓറഞ്ചുകളുടെ അടുത്തേക്ക് ആരാണ് വന്നത്? ആരാണ് വന്നത്? അതെ, ബാലുവാണല്ലേ. ആൻസർ എന്താണ്? ബാലു. വാർത്താലാപ് കോ ആകെ ബഡായേം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. വാർത്താലാപ് എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ? കോൺവെർസേഷൻ അല്ലേ. ഓക്കെ, സന്തര ഏക്ക് എന്താ പറയുന്നത്? ക്യാ ഹംനെ ഗൂംനെ ചലേ. ക്യാ ഹം ഗൂംനെ ചലേ. നമുക്ക് എന്ത് ചെയ്യാൻ? ചുറ്റിക്കറങ്ങാൻ പോവാൻ ചോദിക്കുകയാണല്ലേ. അപ്പൊ സന്തര എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? ഹാം ഹാം. ഓക്കെ, അത് പറയില്ലേ. സന്തര ഏക്ക് എന്താ പറയുന്നത്? ദേക്കോ, നോക്കൂ. നോക്കൂ എന്ന് പറയാണല്ലേ. ബാലുവിനെ കണ്ടു നോക്കുമ്പോൾ നോക്കൂ. അപ്പൊ സന്തര ദോ എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? നോക്കൂ, ദേക്കോ.
വഹാം കോൻ ഹേ, അവിടെ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ സന്തര ദോ പറയും ഏക്ക് ബാലു ഹേ. അപ്പോൾ സന്തര ഏക്ക് എന്താവും പറയുക, ചലോ ജൽദി ചലോ, നമുക്ക് വേഗം പോവാ എന്ന് പറയല്ലേ. ओके देन नेक्स्ट നോക്കൂ गतिविधि 3 सूचना कविता का यह अंश पढ़ें और प्रश्नों के उत्तर लिखें. ओके നമുക്ക് വായിച്ചു നോക്കാം കവിത. रिमझिम रिमझिम वर्षा आई, धरती की सब प्यास बुझाई, शाम कड़ाई घुमड़ रही है, नदी नालियाँ उमड़ रही है, भरे हुए है ताली तलैया, बूंदें करती ताता दैया, नदी तालियाँ क्या कर रही है, नदी नालियाँ क्या कर रही है. നോക്കൂ ഏത് സെന്റൻസ് ഏത് വരികളിലാണ് പറയുന്നത് നോക്കൂ. നദി നാലിയാം ഉമ്മഡ് രഹി ഹെ. അപ്പം ആൻസർ എന്താണ്? നദി നാലിയാം ഉമ്മഡ് രഹി ഹെ. ഒരൊറ്റ സെന്റൻസ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. നദി നാലിയാം ക്യാ എന്നുള്ളിടത്ത് യെസ് ഉമ്മഡ് കർ രഹി ഹെ അല്ലെ, ഉമ്മഡ് രഹി ഹെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ആശി മാലി പങ്ക്തിയാം ചുൻകർ ലിഗേം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. വർഷ ആഗയി ഓർ ധർത്തിക്ക് പ്യാസ് ബുജായി. ഈ സെയിം മീനിങ് വരുന്ന ആശയം വരുന്ന വരികൾ ഇവിടെ ഏതാണ്? വർഷ ആഗയി ഓർ ധർത്തിക്കോ പ്യാസ് ബുജായി. യെസ് ഫസ്റ്റ് 2 ലൈൻസ് ആണല്ലേ. നമുക്ക് അടയാളപ്പെടുത്താം. യെസ് റിംജിം റിംജിം വർഷ ആയി, ധർത്തി കി സബ് പ്യാസ് ബുജായി. ഓക്കെ ദെൻ നെക്സ്റ്റ് നോക്കൂ. താലാബ് ഭരേ ഹുയേ ഹേ ഓർ ബൂന്തേ നാച്തി ഹേ. ഈ ആശയം വരുന്ന വരികൾ ഏതാണ്? യെസ് ഭൂരേ ഹുയേ ഹേ താലാ തലയ, ബൂന്തേം കർത്തി താത്താ ദയ്യ. ഈ വരികളല്ലേ. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ചിത്ര കെ സ്ഥാൻ പർ ഉചിത ശബ്ദ ചോടേം ഓർ വാക്കിലികേം. ചിത്രത്തിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യണം? ഉചിതമായ വാക്ക് ചേർത്ത് വാക്കിലികേം, വാക്യം എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ നമുക്ക് നോക്കാം. രാത് കാ സമയത, രാത്രി സമയമായിരുന്നു. നീതുക്കെ ഹാത്തുമേം. എന്തിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? യെസ് ഒരു പുസ്തകത്തിൻ്റെ ചിത്രമാണല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? പുസ്തകത്തിന് എന്താ പറയുക? യെസ് കിതാബ് എന്നാണല്ലേ. ഓക്കെ നമുക്ക് വരച്ച് ചേർക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക? യെസ് ഇതേപോലെ ഒരു പുസ്തകത്തിന് പകരം കിതാബ് എന്ന് എഴുതി നിങ്ങളുടെ ആൻസർ ഷീറ്റിലേക്ക് ഓരോ വാക്യമായിട്ട് എഴുതുക. ഓക്കെ കിതാബ്. ദെൻ നീതു ബാഹർദി. നീതു ഡേഷ് കെ, അതായത് ഗറിൻ്റെ ചിത്രമാണല്ലേ ഇവിടെ നൽകിയിട്ടുള്ള. നീതു ഗർ കെ ബാഹർദി എന്നല്ലേ. നീതു വീടിന് പുറത്തായിരുന്നു. ദെൻ അമ്മ ഡേഷ് ലേക്കർ ആയി. അമ്മ എന്തും കൊണ്ടാണ് വരുന്നത്? യെസ് അമ്മ ചായ് ലേക്കർ ആയി. ദെൻ അമ്മ കെ സാത്ത് എന്തിൻ്റെ ചിത്രമാണ്? യെസ് പിള്ളയാണല്ലേ, നായ്ക്കുട്ടിയാണല്ലേ. യെസ് പില്ല ബി ആയ, അമ്മയോടൊപ്പം ആ നായ്ക്കുട്ടിയും വന്നു. നീതുനെ പില്ലേക്കോ എന്തിൻ്റെ ചിത്രമാണ്? ബോളല്ലേ. യെസ് ബാൾ ദിയ. നീതു പില്ലേക്ക് എന്ത് കൊടുത്തു? യെസ് ബോള് കൊടുത്തു. ബാൾ ദിയ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? യെസ് ഇതുപോലെ ചിത്രങ്ങൾക്ക് പകരം വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സെൻറ്റൻസ് വീണ്ടും എടുത്ത് എഴുതുക. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗതിവിധി 5 കവിതാംശ് പഠേം ഓർ പ്രശ്നോं के उत्तर लिखें. എന്താണ്? യെസ് കവിത ഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓക്കെ നമുക്ക് വായിച്ചു നോക്കാം. पानी से ही यह जग सुंदर, पानी से जीवन है. जल का समानार्थक शब्द कवितांश से चुनकर लिखें. जल എന്ന അർത്ഥം വരുന്നതല്ലേ, സെയിം അർത്ഥം വരുന്ന വേർഡ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എളുപ്പമല്ലേ? ഏതാണ്? അതെ പാനിയാണല്ലേ. ഏതാണ് വേർഡ്? പാനി. ദെൻ പാനി അമൂല്യ ഹേ, പാനി കെ മഹത്വ പർ പോസ്റ്റർ തയ്യാർ കരേ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പാനി അമൂല്യ ഹേ അല്ലെങ്കിൽ എന്താണ് പാനി സേ ജീവൻ ഹേ സുന്ദർ, അതിങ്ങനെ പോസ്റ്റർ വാചകങ്ങളൊക്കെ എഴുതി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മനോഹരമായൊരു പോസ്റ്റർ തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗതിവിധി 6 ചിത്ര കെ ആധാർ പർ വാക്യോं को क्रम से लिखें. ചിത്രത്തിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? വാക്യങ്ങളെ ക്രമപ്പെടുത്തി എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് പിക്ചറിൽ എന്താണ്? യെസ് ഒരു മരത്തിൻ്റെ മുകളിൽ പക്ഷി ഇരിക്കുന്നതാണല്ലേ. നെക്സ്റ്റ് പിക്ചർ വീടിൻ്റെ പുറത്തായിട്ട് ആരുണ്ട്? ആ വീടിൻ്റെ അടുത്തായിട്ട് ഒരു പൂച്ചക്കുട്ടി ഇരിക്കുന്നുണ്ട് അല്ലേ. ദെൻ നെക്സ്റ്റ് എന്താണ്? എന്താണ് നമുക്കറിയാം ആരാണത്? യെസ് ഒരു ജൽമുർഗിയാണല്ലേ. ജൽമുർഗി അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കാണാമല്ലേ, ഒരു കുളത്തിനടുത്തായിട്ട് ഇരിക്കുന്നുണ്ട്. ദെൻ എന്താണ്? യെസ് ഒരു ട്രീയുടെ പിറകിലായിട്ട് ആരുണ്ട്? ഒരു ട്രീയുടെ താഴെയായിട്ട് ആര് നിൽക്കുന്നുണ്ട്? ബാലു അല്ലേ, കരടി ഉണ്ടല്ലേ. ദെൻ നെക്സ്റ്റ് പിക്ചർ നോക്കൂ. ലാസ്റ്റ് പിക്ചറിൽ എന്താണ്? ഒരു വീടിന് പുറത്തായിട്ട് ഒരു പെൺകുട്ടി നിൽക്കുന്നത് കാണാനുണ്ടല്ലേ. ഓക്കെ ഇനി നമുക്ക് ഓരോ സെൻറ്റൻസുകളായിട്ട് നോക്കാം.
घर के सामने एक बिलौटा है. വീടിന് അടുത്തായിട്ടൊരു പൂച്ചക്കുട്ടിയുണ്ട്. then पेड़ के नीचे एक बालू है. മരത്തിന് താഴെ ഒരു കരടിയുണ്ട്. then घर के बाहर एक लड़की है. വീടിന് പുറത്തൊരു പെൺകുട്ടിയുണ്ട്. then तालाब के किनारे एक जलमुर्गी है. താലാബ് എന്ന് പറഞ്ഞാൽ കുളമല്ലേ, കുളത്തിന് സമീപത്തായി ഒരു ജൽമുർഗിയുണ്ട്. then पेड़ के ऊपर चिड़िया है. പേടിന്റെ മരത്തിന് മുകളിലായിട്ട് ഒരു പക്ഷിയുണ്ട്. അപ്പം നമ്മൾ ക്രമപ്പെടുത്തി എഴുതുമ്പോൾ ആദ്യം ഏതാണ് എഴുതേണ്ടത് കൂട്ടുകാരെ? യെസ്, പേടിക്കെ ഊപ്പർ ചിടിയ ഹേ അല്ലേ ഫസ്റ്റ് വൺ വരിക. ദെൻ സെക്കൻഡ് പിക്ചർ നോക്കൂ. സെക്കൻഡ് പിക്ചറിന് അനുയോജ്യമായ സെൻറ്റൻസ് ഏതായിരിക്കും? പൂച്ചക്കുട്ടി വീടിന് പുറത്തുണ്ടല്ലേ, വീടിനടുത്തായിട്ടൊരു പൂച്ചക്കുട്ടി ഉണ്ടല്ലേ. അപ്പം നമുക്ക് എഴുതാം घर के सामने. യെസ്, घर के सामने एक बिलौटा है. then യെസ്, തേർഡ് ഏതായിരിക്കും? താലാബ് കെ കിനാരെ ഏക്ക് ജൽമുർഗി ഹേ. ദെൻ പേട് കെ നീച്ചെ ബാലു ഹേ. നാലാമത് ഏതാ വരുന്നത്? പേട് കെ നീച്ചെ ഏക്ക് ബാലു ഹേ. ദെൻ ലാസ്റ്റ് വൺ ഘർ കെ ബാഹർ ഏക്ക് ലടുക്കി ഹേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ ക്രമപ്പെടുത്തി നിങ്ങളുടെ ആൻസർ ഷീറ്റിലേക്ക് ഓരോ സെൻറ്റൻസും എഴുതുക. ഓക്കെ. യെസ്, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.